ഇന്നലെ വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം അത് ആദ്യമായി ജനം അറിഞ്ഞത് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം അറിഞ്ഞത് ട്രംപിൻ്റെ ട്വീറ്റിലൂടെയാണ്. എന്നാൽ നമ്മുടെ രാജ്യം ആദ്യം പ്രതികരിക്കുകയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രതികരിക്കുകയോ ചെയ്യുന്നതിനേക്കാളും മുൻപേ ട്രംപാണ് പ്രതികരിച്ചത്. അതിന് ഒരുപാട് രാഷ്ട്രീയ വിമർശനങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിൽ ട്രംപിൻ്റെ മീഡിയേഷനിലാണ്, അമേരിക്കയുടെ ഒരു മീഡിയേഷനിലൂടെയാണ് ഇന്ത്യ ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്നുള്ള ആ ഒരു ധാരണയിലെത്തിയത് എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും ഇപ്പോൾ ട്രംപ് ഒരു കാര്യവുമായി മുൻപോട്ട് വന്നിരിക്കുകയാണ്. കാശ്മീർ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളത്. കാശ്മീർ വിഷയത്തിൽ ഞാൻ ഇടപെടാം അല്ലെങ്കിൽ താങ്കൾ ഇടപെടാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ധാരണയിൽ അത് എത്തിക്കാം എന്നുള്ള തരത്തിൽ ട്രംപ് വീണ്ടും ഒരു പരാമർശവുമായി എത്തിയിരിക്കുകയാണ്. എന്തു തന്നെയായാലും അമേരിക്കയുടെ ഒരു സ്വാധീനം ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള തരത്തിൽ പല സംശയങ്ങളും ഇതിൽ ഉരുത്തിരിയുന്നുണ്ട്. കാരണം നമുക്കറിയാം 1971 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇത്തരത്തിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു കൈകടത്തലുമായി വന്നപ്പോൾ സൗഹൃദമൊക്കെ മാറ്റി നിൽക്കുക, ഇതെൻ്റെ രാജ്യമാണ്, രാജ്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു വാക്ചാതുര്യം മോദിക്ക് ഇല്ലേ എന്നുള്ള തരത്തിൽ കോൺഗ്രസിൽ നിന്നും ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ശശി തരൂർ ഇന്ന് അതിന് പ്രതികരിച്ചത് അന്നത്തെ കാലമല്ല, ഇന്ന് കാലം മാറി. അന്ന് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യക്ക് പിന്തുണയായി ഉണ്ടായിരുന്നു. ഇന്ന് റഷ്യ മാത്രം, റഷ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം, അതായത് കാലഘട്ടം മാറി. മാത്രമല്ല അമേരിക്ക ഇന്നൊരു വൻ ശക്തിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു സൗഹൃദമാണ് ആവശ്യം, എപ്പോഴും യുദ്ധമല്ല ഒരു രാജ്യത്തിൻ്റെ നേട്ടം എന്നുള്ള തരത്തിൽ റിയാലിറ്റി മനസ്സിലാക്കി ശശി തരൂർ ഇന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തു. എന്ത് തന്നെയാലും ഇന്നിപ്പോൾ ട്രംപിൻ്റെ ഡീറ്റെയിൽസ്, ട്രംപ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: കാശ്മീർ വിഷയത്തിൽ പരിഹാരം കാണാൻ ഇന്ത്യക്കും പാകിസ്ഥാനും ഒപ്പം പ്രവർത്തിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്ന. അനേകം പേരുടെ മരണത്തിനും നാശനഷ്ടങ്ങൾക്കും ഇടയാകുമായിരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ സമയമായെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ശക്തിയും ജ്ഞാനവും ഇന്ത്യക്കും പാകിസ്ഥാനും ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അത് ട്രംപ് പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായി യോജിക്കുന്നു. കാരണം ഒരു യുദ്ധം പരസ്പരം എല്ലാ രാജ്യങ്ങൾ വിപത്തുകളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു യുദ്ധം ഒരു ദിവസം തന്നെ ഇന്ത്യയുടെ ധന ശേഖരത്തിൽ നിന്ന് പോകുന്ന 1000 കോടിയോളം രൂപയോളം ആണ്. മാത്രമല്ല എത്രയോ ജീവനുകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. നമ്മളിപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കാം എന്നുള്ളതുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ജീവൻ പൊലിഞ്ഞു പോയേക്കാം. സൈനികരുടെ സുരക്ഷിതത്വം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പം യുദ്ധം എപ്പോഴും നാശനഷ്ടങ്ങളാണ് വരുത്തി വെക്കുന്നത്. യുദ്ധങ്ങളിലേക്ക് പോകാതെ അത് ഇത്തരത്തിൽ എന്നാൽ കൊടുക്കേണ്ടുന്ന മറുപടി കൃത്യമായി ഇന്ത്യ കൊടുത്തുകൊണ്ട് കൃത്യമായ ഒരു പാകിസ്ഥാന് അത്രയ്ക്ക് നല്ലൊരു പ്രഹരം തന്നെ കൊടുക്കുക തന്നെ ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ ഉള്ള ആ ഒരു ഓപ്പറേഷനിലൂടെ കൃത്യമായ മറുപടി കൊടുത്തു. മാത്രമല്ല ഇങ്ങോട്ടയച്ച എല്ലാത്തിനെയും തടുക്കുകയും ഒപ്പം അതിനും മുകളിൽ നല്ല പ്രഹരം കൊടുത്ത് 84 മണിക്കൂർ നീണ്ടു നിന്ന യുദ്ധം എന്ന് തന്നെ പറയാം. അതിൽ പാകിസ്ഥാൻ്റെ നട്ടലൊടുകിയ തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള വെടിനിർത്തൽ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ധാരണയിൽ പാകിസ്ഥാൻ ആദ്യം എത്തുകയും അതിൽ ഇന്ത്യ ചേരുകയും ചെയ്തത്. പക്ഷേ ഇന്ത്യ നിലവിൽ അവരുടെ നയതന്ത്ര കാര്യങ്ങളിലും അതേപോലെ തന്നെ വാണിജ്യ ഇടപാടുകളും സിന്ധു നദി കരാറിൻ്റെ ഒരു നിർത്തലാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യ മാറിയിട്ടില്ല. മാത്രമല്ല ഇന്ത്യൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒന്നും തന്നെ ഇതിൽ പ്രതികരിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തൽക്കാലം വെടിനിർത്തൽ എന്നുള്ള ധാരണ മാത്രമേ ഇന്ത്യ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒന്നിനും തന്നെ ഇന്ത്യ പിന്നോട്ടില്ല. തീവ്രവാദിത്വത്തെ അശേഷം തുടച്ചു നീക്കുക തന്നെ ചെയ്യും. ഇങ്ങോട്ട് തന്നതിന് തിരിച്ച് ഇരട്ടിയായിട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു നീക്കം പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായാൽ തന്നെ ഇന്ത്യ അത് തച്ചുടയ്ക്കുക തന്നെ ചെയ്യും. അതിൽ യുദ്ധമെന്നുള്ള രീതി തന്നെ പോകുമെന്നാണ് ഇന്നലെ അവസാനമായിട്ടും നമുക്ക് കേന്ദ്രത്തിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്തു തന്നെയാലും ഇപ്പോൾ ബാക്കി ട്രംപ് പറയുന്നത് നിരപരാധികളായ ദശലക്ഷം പേർ മരണപ്പെടുമായിരുന്നു അല്ലെങ്കിൽ യുദ്ധം തുടരുമായിരുന്നെങ്കിൽ ഈ ധീരമായ പ്രവൃത്തിയെ നിങ്ങളുടെ പാരമ്പര്യം നിലനിൽക്കും. ഈ ചരിത്രപരമായ തീരുമാനത്തിൽ എത്തിച്ചേരാൻ USA-ക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇക്കാര്യത്തിൽ ചർച്ച നടന്നില്ലെങ്കിൽ കൂടിയും ഈ 2 മഹത്തായ രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതുകൂടാതെ 1000 വർഷങ്ങൾക്കു ശേഷം
കാശ്മീർ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ രണ്ടുപേരോടും ചേർന്ന് ഞാൻ പ്രവർത്തിക്കും. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതൃത്വത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയാണ് ട്രംപ് തൻ്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചത്. അപ്പം ഇതിൽ ഒന്നുണ്ട്, നിങ്ങളുടെ വ്യാപാരം. അപ്പം സ്വാഭാവികമായിട്ടും ട്രംപ് നമ്മളുടെ സുഹൃത്താണ്, നമ്മുടെ മാത്രം സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമേരിക്കയുടേതായ ചില ബിസിനസ് കാര്യങ്ങൾ. ട്രംപ് എപ്പോഴും ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹം ആ ഒരു കച്ചവട രീതിയിൽ തന്നെയാണ് എല്ലാ രാജ്യങ്ങളെയും സമീപിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ഇട്ടെറിയുന്നുണ്ടെങ്കിൽ തിരിച്ചെന്ത് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ, അല്ലാതെ വെറുതെ ആർക്കും ഫ്രീ ആയിട്ട് ഒന്നും ട്രംപ് കൊടുക്കത്തില്ല. അമേരിക്ക അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ആരോടും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയോടും വലിയ ഊറൊന്നുമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞോണം പാകിസ്ഥാനോടുമില്ല. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് യുദ്ധം വേണമെന്ന് അവർ നിരൂപിച്ചാൽ അവർ അത്തരത്തിൽ രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് വേണമെങ്കിൽ കൊണ്ടുവന്ന് എത്തിക്കുക. അപ്പോൾ ട്രംപിന് അങ്ങനത്തെ ആരോടും പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. ട്രംപിന് വേണ്ടുന്നത് രാജ്യം എങ്ങനെ വികസിപ്പിക്കണം, അല്ലെങ്കിൽ അമേരിക്ക എങ്ങനെ നന്നാവണം, അല്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കച്ചവട ലാഘവത്തോടെയാണ് എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള വാണിജ്യ ഇടപാടുകളും ട്രംപ് നാളെ ഒരു സമയത്ത് നടത്തും, കൂടുതൽ വിപുലമാക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ഇന്ത്യയുമായിട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇരു രാജ്യങ്ങളെ ഒരേ രീതിയിലാണ് തൂക്കുന്നത്. പക്ഷെ എന്നായിരുന്നാലും തീവ്രവാദത്തെ തുടച്ചു നീക്കണം എന്നുള്ളത് എല്ലാ രാജ്യങ്ങളുടെ ഒരു ആവശ്യമാണ്. കാരണം ഇപ്പം ഇന്ത്യക്ക് ഇപ്പം ഇട്ട് കൊടുത്താൽ നാളെ അമേരിക്കയ്ക്ക് ഈ തീവ്രവാദികൾ കൊടുത്തുകൂടാ എന്നുള്ളതില്ല. അതിന് മുന്നേ ഉള്ള കാലഘട്ടങ്ങളൊക്കെ അറിയാം. എത്ര വികസിത രാജ്യം, എത്ര വലിയ രാജ്യം എന്നൊക്കെ പറഞ്ഞാലും ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിനുള്ള ചാരപ്പണികളുണ്ട്, സോഴ്സുണ്ട്, സാമ്പത്തികമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ രക്ഷപ്പെടുത്തുന്ന രാജ്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പിന്തുണ നൽകാനും സാമ്പത്തിക സ്രോതസ് നൽകാനും ഇപ്പോഴും പല രാജ്യങ്ങളും അതിൻ്റെ അടിയിലൂടെ, അതൊക്കെ ഒരു കച്ചവട തന്ത്രം അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്നൊക്കെ പറയാം, പല രാജ്യങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള. ഇന്ന് എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമനുസരിച്ചുള്ള ആയുധ ശേഖരമുണ്ട്, തിരിച്ചടിക്കാനുള്ള കഴിവും പ്രാപ്തിയും, അല്ലെങ്കിൽ അത്രത്തോളം സയൻസ് വികസിച്ചിട്ടുണ്ട്, ശാസ്ത്രജ്ഞരുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു യുദ്ധമുണ്ടായ കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ സുരക്ഷിതത്വം ഇന്ത്യക്കുമുണ്ട്. അപ്പം അത് ഇപ്പം ഏറ്റവും കൂടുതൽ ആയുധോപകരണങ്ങളുള്ള അമേരിക്കയ്ക്കാണ്. അപ്പോൾ അവർ അതൊരു കച്ചവടം ലക്ഷ്യമാക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഇവർക്ക് തിരിച്ച് ഈ ഇത്തരത്തിലുള്ള തീവ്രവാദികൾ പണി കൊടുക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ തീവ്രവാദികൾ തുടച്ചു നിൽക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന് മാത്രമല്ല, മിക്ക രാജ്യങ്ങളുടെയും ഒരു വ്രതം പോലെയാണ് അവരൊക്കെ നോക്കുന്നത്. കാരണം അത്തരത്തിൽ തീവ്രവാദികളെ കയറ്റരുത്, അല്ലെങ്കിൽ പൂർണ്ണമായും തുടച്ചു നിൽക്കണം. കാരണം അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തന്നെ ഇവർ ഇട്ട് തിരിച്ചു കിട്ടും. അതാണ് ഇവരുടെ പ്രധാന സ്വഭാവം തന്നെ. അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് ഈ മേളും കീഴും നോക്കാം. പാകിസ്ഥാനെ അപേക്ഷിച്ച് പാകിസ്ഥാൻ ഒരു തീവ്രവാദ ഹബ്ബ് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഈ രാജ്യസുരക്ഷയോ അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയൊന്നും അല്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അമേരിക്ക ഒരു കാര്യം പറഞ്ഞത്, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ രഹസ്യ അന്വേഷണ ഏജൻസിയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് മോദി അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അതുമായി ധാരണയിൽ എത്തിയത് എന്നുള്ളത്. ഒരു പക്ഷേ ആണവായുധം പാകിസ്ഥാൻ പ്രയോഗിക്കും എന്നുള്ളൊരു രീതി. കാരണം അത്രയ്ക്ക് നല്ലൊരു പ്രഹരമാണ് 84 മണിക്കൂർ കൊണ്ട്, ഏകദേശം 3-4 ദിവസം കൊണ്ട് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പാകിസ്ഥാൻ്റെ ഒടിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പം പിന്നീട് പ്രയോഗിക്കാനുള്ളത് ഈ ആണവായുധമാണ്. ചൈന കുറേ കൊടുത്ത ആയുധങ്ങളെല്ലാം പൊട്ടാതെ തന്നെ ഇന്ത്യ വന്ന് കിടപ്പുണ്ട്. അപ്പം അവർ ഈ പറഞ്ഞതുപോലെ പൊട്ടാത്തത് കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഈ പറഞ്ഞോണം അവരൊക്കെ കബളിപ്പിച്ചതായിരിക്കാം. അപ്പം ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ അറിയാവുന്ന സാങ്കേതിക വിദഗ്ധരുള്ള ആൾക്കാർ ഇതിനകത്ത് ഇല്ലായിരിക്കാം. ഇതൊക്കെ കൊണ്ട് തന്നെ അവരുടെ പല ഡ്രോണുകളായാലും 400 എണ്ണോളം ഇന്ത്യക്ക് അത് തടയാൻ പറ്റി. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവർക്ക് ഈ മുന്നും പിന്നും ഒന്നും നോക്കാനില്ല, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇടുക. കാരണം ഈ രാജ്യത്തിന് ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ ഇന്ന ആളെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയെന്നോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അതിൽ ഭരിക്കുന്നവർ വേറെ, പ്രധാനമന്ത്രി വേറെ, പ്രസിഡന്റ് വേറെ, സൈന്യത്തിൻ്റെ തലവൻ വേറെ, തീവ്രവാദി ഗ്രൂപ്പ് വേറെ. അപ്പോൾ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന തീവ്രവാദികളാണ്. ഇന്നലെ പട്ടാളം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും വെടിയുതിർത്തത് അവരുടെ ആ നിയന്ത്രണമില്ലായ്മയാണ്. അവരുടെ ആ ഏകമായിട്ടുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഒരാളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ തങ്ങൾക്ക് എന്താണോ ചെയ്യുന്നത് അത് അവർ ഇനിയും ചെയ്യും. ചിലപ്പോൾ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് വരുമ്പോൾ തന്നെ ചിലപ്പോൾ അവർ നാളെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായെന്നിരിക്കും.
പക്ഷേ ഇപ്പോൾ മോദി ഈ ഒരു സൈലൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയോടൊപ്പം തന്നെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു മീഡിയേഷനിൽ അവർ പറയുന്ന ആ ഒരു നിയന്ത്രണ രേഖയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഈ വലിയൊരു യുദ്ധം ഒഴിവാക്കും. പക്ഷേ ഇനി ഒരു പ്രകോപനം ഉണ്ടായാൽ, ഇന്ത്യ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇതേ അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ നിന്നുകൊണ്ട് പാകിസ്ഥാനെ തരിപ്പണമാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്ത് തന്നെയാലും ഈ ഒരു നീക്കം മോദിയുടെ ബുദ്ധിപരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്തുകൊണ്ട് നല്ലതാണ്. ഒരു പക്ഷേ ആദ്യത്തെ ഇതിൽ തന്നെ നമ്മൾ തിരിച്ചടിച്ചു യുദ്ധം അവിടുത്തെ സിവിലിയൻസിന് നേരെയൊക്കെ പ്രഹരിച്ചിരുന്നു എങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ ഒറ്റപ്പെട്ടേനെ. പക്ഷേ ഇപ്പോൾ ഇന്ത്യ സമാധാനപരമായിട്ട് ഭീകരവാദ പ്രവർത്തനം നിർത്തലാക്കണം എന്നുള്ള തരത്തിലുള്ള തിരിച്ചടികൾ മാത്രമാണ് കൊടുക്കുന്നത്. ഇനി അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ തിരിച്ചിനി ഇങ്ങോട്ട് ഉണ്ടായാൽ ഇപ്പോൾ വെടിനിർത്തൽ വേണം, സമാധാനപരമായിട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് അമേരിക്ക ഉൾപ്പെടെ പറയുമ്പോൾ അതനുസരിക്കുന്ന ഇന്ത്യ, എന്നാൽ അനുസരിക്കാത്ത പാകിസ്ഥാൻ വരികയാണെങ്കിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ ശിഥിലമാക്കുന്ന തരത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ അവരെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്.